അപ്പോഴേ നമ്മളൊരു അലമാരിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു അലമാര കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങളെ സംശയം എന്തേക്കാരം, ഇതേപോലത്തെ ഒരു അലമാര നിങ്ങളെ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചിലവ് വരും എന്നുള്ളതേക്കാരം. നമ്മൾ ഈ വീഡിയോക്കകത്ത് ആ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ആദ്യം തന്നെ അലമാര കാണാം. അലമാരിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ ആദ്യം കാണിക്കുന്നത് ഇതിൻ്റെ തട്ടാണ് കേട്ടോ. എല്ലാവരും അതാണ് ചോദിക്കൽ. ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഫെറോ സിമെൻറ്റിൻ്റെ തട്ടുകളാണ് വരുന്നത്. നല്ല പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ആദ്യം ഒരു ഫ്രീ സ്പേസ് ആയിരുന്നു, അവിടെ നമ്മൾ ഫെറോ സിമെൻറ്റിൻ്റെ തട്ടുകൾ കൊടുത്തിട്ട് റാക്ക് ചെയ്തു. ഇതേപോലെ തന്നെ ഉള്ളിൽ വരുമ്പോൾ ചെറിയൊരു സ്റ്റോറേജിന് വേണ്ടി ചെറിയൊരു ഡ്രോവറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ അലമാരക്ക് വരുമ്പോൾ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് എന്താ പറയുക കളറ് വരുന്നത്. സൈഡിൽ 2.5 കേട്ടോ സൈഡിലെ ബോർഡർ വരുന്നത്. 2.5 ഇഞ്ച് വീതി ഉണ്ട്. 2.5 ഇഞ്ച് വീതിയിൽ വരുന്ന വുഡിൻ്റെ ബോർഡർ. അതിൻ്റെ ഷട്ടേഴ്സ് വരുന്നത് വൈറ്റ് കളറിലാണ്. സെയിം ഫ്രെയിമും ഷീറ്റും വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് കേട്ടോ വരുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഷീറ്റ് ഒരു വുഡൻ കളറിൽ വരുന്ന ഒരു വുഡൻ ഫിനിഷിൽ വരുന്ന ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. നേരെ താഴേക്ക് വരുമ്പോൾ ചെറിയ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിളിൻ്റെ ടോപ്പിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പിൽ ഇതന്നെ നമുക്ക് വുഡിൽ ചെയ്യാം. നമുക്ക് ഒന്നും കൂടെ സേഫ്റ്റി അല്ലെങ്കിൽ എന്താ പറയുക ഷീറ്റ് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റഫ് യൂസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൂളിംഗ് ഗ്ലാസ് കൊടുക്കുന്നുണ്ട്. നേരെ താഴത്തേക്ക് വരുമ്പോൾ ഒരു ഡ്രോവർ വരുന്നുണ്ട്, താഴെ ഒരു ഡോറ്. ആ രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡുകളൊക്കെ നമ്മൾ പ്രൊഫൈൽ ഹാൻഡുകൾ സെയിം വുഡൻ കളറിൽ വരുന്നതാണ് കേട്ടോ. അതിൻ്റെ ബോർഡർ വരുന്ന സെയിം കളറിലാണ് വുഡൻ ഹാൻഡിൽ വരുന്നത്. 3 ഷട്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ടർ കാണുന്നത്. പിന്നെ നേരെ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് മിറർ വരുന്നത് കേട്ടോ. നമ്മൾ വാൾ പാനൽ കൊടുത്തിട്ടാണ് അതിൽ മിറർ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് മിററാണ്. അപ്പോൾ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ഉള്ളിലേക്കാക്കി വരുന്ന രീതിയിലുള്ളൊരു ലൈറ്റ് മിററാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാർഡ്രോബിൻ്റെ പുറത്ത് വരുന്ന കാര്യങ്ങൾ കേട്ടോ. ഇനിയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ടാവുക. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് പല ആൾക്കാരും നമ്മളെ വീഡിയോയിൽ വന്നുകൊണ്ട് പറയലുണ്ട്, ഇപ്പോൾ റേറ്റ് പറയുന്ന സമയത്ത് ഇത്രയൊന്നും ആയിട്ടില്ല മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് റേറ്റ് കൂടി എന്നുള്ളിടത്ത് നമുക്ക് പറയുള്ളത്, നമ്മൾ ഉപയോഗിക്കുന്ന അലൂമിനിയൊക്കെ 1 kg മുകളിലുള്ള അലൂമിനിയം പ്രൊഫൈലുകളാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കൂട്ടണത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 600 ഗ്രാം മുതൽ 700 എല്ലാ ഗ്രാമിലും വരുന്ന അലൂമിനിയങ്ങളും കിട്ടണമായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, റേറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇഞ്ചസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ലോക്കൽ ഇഞ്ചസുകളുണ്ട്. അതേപോലെ തന്നെ SS അല്ലാത്ത നോർമലുണ്ട്. അതൊക്കെ ആകുമ്പോൾ റേറ്റ് കുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ മെറ്റീരിയൽസിന് മാത്രം ടോട്ടൽ ഈ കാണുന്ന പോലെ നമുക്ക് കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ 25,000 റുപ്യാണ് നമുക്ക് മെറ്റീരിയൽസിന് മാത്രം വന്നിട്ടുള്ളത്. അത് ഞാൻ പറയാൻ കാരണം അതാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ കമൻറ്റ് ഉണ്ടാവും, ഇത് കുറച്ച് മുന്നേ ചെയ്തതുണ്ട്, 20,000-ന് ചെയ്തതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കാലത്ത് കിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഒരു സമയത്ത് അലൂമിനിയത്തിൻ്റെ റേറ്റ് കൂടി നിൽക്കുന്ന സമയം മാർക്കറ്റ് പ്രൈസും കൂടെ നോക്കി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അലൂമിനിയത്തിൻ്റെ വെയിറ്റ്, മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, ഇത് രണ്ടും കൂടിയാണ് കേട്ടോ ഡിഫറൻറ്റ് വരിക. നിങ്ങൾക്ക് തന്നെ നമുക്ക് 20,000-നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഈ സൈഡിൽ വരുന്ന 2.3 ബോർഡറിൻ്റെ തിക്നെസ് ആണ് കുറച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയി നമുക്ക് കുറവ് വരും. അപ്പോൾ ബോർഡർ കുറച്ചെന്നാലും ബോർഡർ ഉണ്ടാവും, ബോർഡർ കുറച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഗേജും കുറക്കാൻ പറ്റും. അലൂമിനിയത്തിൽ അങ്ങനെ പ്രത്യേകത ഉണ്ട്, നമുക്ക് ഏത് ഗേജിലും ആണെങ്കിലും മെറ്റീരിയൽ കിട്ടണമെന്ന് എന്ത് ചെയ്യും, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അലൂമിനിയം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് റേറ്റ് കുറച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു അലമാരിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.